നമ്മുടെ ചക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടി അരപ്പിന് വേണ്ടി എടുത്തേക്കുവാണ്. 2 പച്ചമുളകും, ഇത്രയും വെളുത്തുള്ളി, ജീരകം ഇത്രയും, തേങ്ങ ഇത്രയും കരിയാപ്പിലയും കൂടെ. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ശകലം ഇടാം. നമുക്ക് ഇത് ചതയ്ക്കാം ആദ്യം. 2 ചക്കക്കുരും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് അരപ്പിടാം. മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇടാൻ മറന്നു പോയായിരുന്നു അരയ്ക്കാൻ നേരത്തെ, അതുകൊണ്ട് ഇപ്പോൾ ഇടുക. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. അരപ്പിടാം. ശകലം കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ 1/4 ടീസ്പൂണ്. ഇനി വെള്ളം ഒഴിക്കാം നമുക്ക്. ഏകദേശം ഞാൻ നല്ലൊരു കപ്പിൽ, നല്ല 1 ലിറ്ററിൻ്റെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടപ്പത്തോട്ട് വയ്ക്കാം. നമുക്ക് ചക്ക അടപ്പത്തോട്ട് വയ്ക്കാം, വേവട്ടെ. ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കാം. ഇതങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കാം. നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇളക്കിയൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചേക്കുവാണ്. നമ്മുടെ ചക്കയ്ക്ക് വേണ്ടി ഞാൻ 1/2 കിലോ കേരയാണ് എടുത്തേക്കുന്നത്. 3.5 സ്പൂൺ മീഡിയം 3.5 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്. ഉലുവ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇടാം. ഇവിടെ കടുക് പൊട്ടുന്നുണ്ട്. നമുക്കിനി അത് കരിയാപ്പില ഇടാം. നമുക്ക് അരപ്പിടാം. പേസ്റ്റ് ആക്കിയത്, വെളുത്തുള്ളി ഇഞ്ചി കൂടെ പേസ്റ്റ് ആക്കിയതാണ്, അതും ഇടാം. ഉലുവയും കൂടി ഇടുവാണ്. പച്ച ഉലുവയാണ്. നമുക്കൊന്ന് മൂക്കട്ടെ, മൂത്ത് വരട്ടെ. നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് മൂത്തിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി ഇടാം. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടാം. ഒന്ന് അനത്തട്ടെ. മുളക് അനന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിക്കാതെ വെള്ളം ഒഴിക്കാം കുറച്ചുകൂടെ. ഇനി നമുക്ക് പുളി ഇടാം. തിളക്കട്ടെ. അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിളച്ച് കഴിയുമ്പോൾ മീൻ പറക്കിയിടാം. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. കറിക്ക് വേണ്ടുന്ന നമുക്കിനി അതിനകത്തോട്ട് മീൻ പറക്കിയിടാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ചക്കയും കേര മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.